ഓം ശാന്തി. ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു കൊച്ചു കഥ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു സന്യാസി ബ്രഹ്മമുഹൂർത്ത ധ്യാനത്തിന് വേണ്ടി ഉണർന്ന സമയത്ത് മേൽക്കൂരയിൽ നിന്ന് ഒരു കുഞ്ഞെലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വീണു. അത് കണ്ണു തുറക്കാത്തൊരു കുഞ്ഞെലിക്കുട്ടിയാണ്. ആ എലിക്കുട്ടി ഇങ്ങനെ അമ്മയെ തപ്പിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് മടിയിൽ മുഴുവൻ. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ഒരു വാത്സല്യം തോന്നിപ്പോയി. എലിക്കുഞ്ഞിനെ സ്നേഹത്തോടെ കയ്യിലെടുത്തു, അതിന് കുറച്ച് പാല് കൊടുത്തു. അങ്ങനെ പതുക്കെ പതുക്കെ ആ എലിക്കുട്ടി അയാളുടെ ഒരു കുഞ്ഞു പോലെ ആ ആശ്രമത്തിൽ അങ്ങനെ വരാൻ തുടങ്ങി. എന്നും കഴിക്കാനുള്ളതായിരിക്കുന്ന ധാന്യങ്ങളും ആഹാരമൊക്കെ ഈ സന്യാസി കൊടുക്കുന്നത് കൊണ്ട് തന്നെ എലിക്കുട്ടി വളരെ സന്തോഷവാനായിട്ട് തുള്ളിക്കളിച്ച് ആ ആശ്രമത്തിൽ അങ്ങനെ വളരുകയാണ്. ഒരു ദിവസം ആശ്രമ പരിസരത്ത് ഈ എലിക്കുട്ടി ഓടി നടക്കുന്ന സമയത്ത് ഒരു പൂച്ച നല്ല തടിച്ചു കൊഴുത്ത എലിയെ കണ്ടപ്പോൾ പിടിക്കാൻ വേണ്ടി ഓടി വന്നു. ഈ എലിക്കുട്ടി ഓടി വന്ന് രക്ഷപ്പെട്ട് ഈ സ്വാമിജിയുടെ കാൽ മടിയിലേക്ക് കയറി ഒളിക്കാൻ നോക്കി. ഉടനെ സ്വാമിജി അതിനെ കയ്യിലെടുത്തു. ആ സ്വാമിയെ കണ്ടതോട് കൂടിയിട്ട് പൂച്ച ഓടിപ്പോയി. അങ്ങനെ കയ്യിലെടുത്ത് പേടി കൊണ്ട് വിറച്ച് വിളറി കയ്യിലിങ്ങനെ ഇരുന്ന് പിടയ്ക്കുകയാണ്, അതിങ്ങനെ കിതയ്ക്കുകയാണ്. അപ്പോൾ കയ്യിലിങ്ങനെ വാത്സല്യത്തോടെ വെച്ച് ചോദിച്ചു, നീ ഇത്രമാത്രം എന്തിനായി ഈ പേടിച്ച് ഓടി വരുന്ന ഒരു പൂച്ചേനെയോ എന്ന് ചോദിക്കുക. ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് പൂച്ചയെ കാണുമ്പോഴുള്ള പേടി മാറ്റാനാവുന്നില്ല അങ്ങനെയെന്ന് പറയും. അപ്പോൾ അദ്ദേഹം തൻ്റെ കമണ്ടലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മന്ത്രം ജപിച്ചുകൊണ്ട് ഈ എലിയുടെ മേലേക്ക് കുടഞ്ഞു. ആ സമയം ആ എലി ഒരു പൂച്ചയായിട്ട് മാറി. പൂച്ച സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് അതിൻ്റെ രോമങ്ങളൊക്കെ നിവർത്തിപ്പിടിച്ച് ആനന്ദത്തോടെ വാലാട്ടി അദ്ദേഹത്തിൻ്റെ ചുറ്റും ഡാൻസ് കളിച്ചു. അങ്ങനെ കുറച്ച് ദിവസം എലി പൂച്ചയായി മാറിയ പൂച്ച സന്തോഷത്തോടെ ഈ സ്വാമിജിയുടെ വീട്ടിൽ, സന്യാസിയുടെ വീട്ടിൽ താമസിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞു. ആ പൂച്ചക്കുഞ്ഞ് തൊടിയിൽ ഓടിക്കളിക്കുന്ന സമയത്ത് ഒരു നായ പൂച്ചയെ പിടിക്കാൻ വേണ്ടി ഓടി വന്നു. നായയെ കണ്ടപ്പോൾ പൂച്ചയ്ക്ക് തൻ്റെ മനസ്സിൽ എന്തെന്നറിയാത്തൊരു ഭയം, അത് വല്ലാതെ വിളറി വെളുത്തുപോയി. പൂച്ചക്കുട്ടി ഓടി വന്ന് സന്യാസിയുടെ മടിയിൽ ചാടിക്കേറി ഒളിക്കാൻ നോക്കി. അപ്പോഴും സന്യാസി അതിനെ വാത്സല്യത്തോടെ തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി താലോലിച്ചു സ്നേഹിച്ചു ചോദിക്കുകയാണ്, നീ എന്തിനെയാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, എന്ത് ചെയ്യാനാങ്ങുന്നേ, എൻ്റെ മനസ്സിൽ ഭയങ്കരമായിരിക്കുന്ന പേടിയാണ്, നീ ഇപ്പം എന്തിനെ കണ്ടിട്ടാണ് പേടിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ ഒരു നായ എന്നെ ഓടിപ്പിക്കാൻ വന്നു, എനിക്ക് പേടി സഹിക്കാനായില്ല, അതുകൊണ്ട് ഞാൻ ഓടി വന്ന് ഒളിച്ചതാണ് അങ്ങയുടെ മടിയിലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സന്യാസി തൻ്റെ കമണ്ടലുവിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു, മന്ത്രം ജപിച്ചു, ഈ പൂച്ചയുടെ മേലേക്ക് കുടഞ്ഞു. അങ്ങനെ പൂച്ച ഒരു നായയായിട്ട് മാറി. ആ നായ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചുറ്റും കുരച്ചും ബഹളം വെച്ചും ഓടി നടന്ന് കളിച്ച് നടക്കുകയാണ്. ഒരു ദിവസം നായ കുരച്ച് നടക്കുന്നതിലിടയ്ക്ക് ഒരു പുലിയെ കണ്ടു. പുലിയെ കണ്ടപ്പോൾ നായ പേടിച്ച് വാല് തിരികെ ഓടി വന്ന് സന്യാസിയുടെ മടിയിൽ ചാടിക്കയറിയിരിക്കുകയാണ്. സന്യാസി വീഴാൻ പോയി, കയ്യിൽ ഒതുക്കാനായില്ല നായേനെ. എങ്കിലും അതിനെ വാത്സല്യത്തോടെ മടിയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിക്കുക, ഇനി നീ ആരെയാ മോനെ പേടിക്കുന്നത് ചോദിക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഒരു പുലിയെ കണ്ടു, എനിക്ക് പേടി കൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് നിയന്ത്രിക്കാനാവുന്നില്ല, എനിക്ക് രക്ഷപ്പെടണം, അങ്ങ് എന്നെ സഹായിക്കണം എന്ന് പറയുകയാണ്. സന്യാസിയുടെ കൈക്കുമ്പിളിനുള്ളിൽ നായേനെ ഒളിപ്പിക്കാനാവുന്നില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നീ ഒരു പുലിയെ കണ്ടിട്ടാണോ പേടിച്ച്, എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ നിന്നൊരു പുലിയാക്കി തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും തൻ്റെ കമണ്ടലുവിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു, മന്ത്രം ജപിച്ചു, ഈ നായയുടെ മേലെ കുടഞ്ഞു. നായ ഒരു വലിയ പുലിയായിട്ട് മാറി. അങ്ങനെ പുലി ഗമയിൽ ആ വീടിൻ്റെ ചുറ്റും കിടന്ന് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നതിലിടയ്ക്ക് ഒരു പൂച്ച ഈ പുലിയെ കണ്ടപ്പോൾ പേടിച്ച പൂച്ച സാധാരണ പേടിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം ഒന്ന് എതിരിടാൻ നോക്കും. അതുപോലെ പുലിയെ കണ്ട് പേടിച്ച പൂച്ച ആ പുലിയുടെ നേരെ ചാടി നിൽക്കുന്ന സമയത്ത് രോമൊക്കെ എഴുന്നേറ്റ് എതിരിടാൻ നിൽക്കുകയാണ്, യുദ്ധത്തിൽ നിൽക്കും പോലെ. അത് കണ്ട പുലി പേടിച്ച് വാലും തിരികെ ഓടി വന്ന് സന്യാസിയുടെ മേലെ ചാടിക്കയറാൻ നോക്കി. സന്യാസി വീണുപോയി. പിടിച്ച് മടിയിലിരുത്താനോ ഒതുക്കാനോ ലാളിക്കാനോ സാധ്യമല്ല. അപ്പോൾ ചോദിച്ചു, നീ എന്തിനെ കണ്ടിട്ടാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, ആ പൂച്ച എന്നെ വീണ്ടും പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒളിക്കെങ്കിലും വേണം, അങ്ങ് എന്നെ പഴയ എലിയാക്കി തന്നാൽ മതിയായിരുന്നു, എന്നാൽ അങ്ങയുടെ മടിയിൽ എനിക്ക് ഒളിക്കെങ്കിലും ചെയ്യാലോ എന്ന്. പുലി വീണ്ടും എലിയായി മാറി. എന്ത് ചെയ്യാം? ഒരു മനുഷ്യൻ്റെ ബാഹ്യമായിരിക്കുന്ന എന്ത് രൂപത്തിലോ ഭാവത്തിലോ കർമ്മത്തിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലെ ഭയത്തിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ബാഹ്യമായി എന്തെല്ലാം രീതിയിൽ സെറ്റപ്പ് നമ്മൾ കൊണ്ടുവന്നാലും, ബാഹ്യമായിരിക്കുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ എന്നെ ഞാൻ മാറ്റാത്തിടത്തോളം ആ മാറ്റങ്ങളൊന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ സുഖം തരുന്നതായിട്ട് മാറില്ല എന്നുള്ളതാണ് സത്യം.
ഒരു മൂർത്തിക്ക് വേണമെങ്കിൽ എങ്ങനെയുള്ള ഒരു കല്ല് കിട്ടിയാലും അതിനെ കൊത്തി മനോഹരമായിരിക്കുന്ന ശില്പമാക്കാം. പക്ഷേ കല്ല് വെണ്ണക്കല്ലാണെങ്കിൽ അതിൻ്റെ സ്വഭാവം കാണിക്കും, കരിങ്കല്ലാണെങ്കിൽ അതിൻ്റെ സ്വഭാവം കാണിക്കും, അത് വെറും വെട്ടുകല്ലാണെങ്കിൽ അതിൻ്റെ സ്വഭാവം കാണിക്കും. കൊത്തിയുണ്ടാക്കിയ ശില്പം എത്ര മനോഹരമാണെങ്കിലും വെട്ടുകല്ല് ഉണ്ടാക്കിയതാണെങ്കിൽ താഴെ വീണാൽ അത് പൊട്ടിപ്പോവും. മണ്ണുകൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ കൈ തട്ടിയാൽ പോലും പൊട്ടിപ്പോവും. അത് പാറ കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ വീണാലും അതിന് കുഴപ്പമുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ബേസിക് സ്റ്റോൺ മാറ്റാത്തിടത്തോളം, അഥവാ നമ്മുടെ ആന്തരികമായ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ ഒരു പരിവർത്തനം കൊണ്ടുവരാത്തിടത്തോളം ബാഹ്യമായ എല്ലാ മാറ്റങ്ങളും കുറച്ച് സമയത്തിന് ശേഷം ഒന്നുകിൽ ചെയ്യാനുള്ള ഉന്മേഷമില്ലായ്മ കൊണ്ട്, അഥവാ ചെയ്യുമ്പോൾ വേണ്ടത്ര രീതിയിൽ സഫലത നേടാനാകുന്നില്ല എന്നുള്ള നിരാശ കൊണ്ട് മനുഷ്യന്മാർ നിർത്തിപ്പോകാറുണ്ട്. അതുകൊണ്ട് മാറ്റം കൊണ്ടുവരേണ്ടത് ബാഹ്യമായിട്ടല്ല, മാറ്റം കൊണ്ടുവരേണ്ടത് ആന്തരികമായിട്ടാണ്. നമ്മുടെ ബിലീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ തോട്ട് പാറ്റേണിൻ്റെ ഉള്ളിൽ, നമ്മുടെ വേർഡ്സിൽ, നമ്മുടെ കർമ്മത്തിൽ, നമ്മുടെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതും മെഡിറ്റേഷൻ ചെയ്യേണ്ടതും, അതിനുവേണ്ടി നമ്മുടെ മഴുവിനെ മൂർച്ച കൂട്ടാൻ വേണ്ടി അതിന് സമയം ചെലവഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നേരമില്ല, സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഡിറ്റേഷൻ പഠിക്കാനായിട്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട്, എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട്, സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്ത് പ്രോഗ്രാം പറഞ്ഞാലും സമയമില്ല എന്ന് പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നവർ, അല്പസമയം തിരക്കിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് ജീവിതം മാറ്റം വരുത്തി ഒരു 5-6 വർഷം കഴിയുമ്പോൾ ജീവിതത്തിൽ ഹൈറ്റ്സിലെത്തിയ ആളുകൾ, അവർ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് ഹൈറ്റ്സിലെത്തുമ്പോഴും ഇവരന്നും അതേപോലെ അതേ കഷ്ടപ്പാടിൽ അതേ പരിശ്രമത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും അവർക്ക് അതേ മന്ത്രമേ പറയാനുണ്ടായിരിക്കുള്ളൂ, എനിക്ക് സമയമില്ല. അതുകൊണ്ട് സമയമില്ല എന്നതിനെ മാറ്റിവെക്കണം. സമയത്തെ ഉണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല. എല്ലാവർക്കും 24 മണിക്കൂർ സമയമേ ഉള്ളൂ. പക്ഷേ സമയത്തെ മാനേജ് ചെയ്യാൻ അത് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സമയം മാനേജ് ചെയ്യണം, സമയം ഉണ്ടാക്കണം. നമ്മളെ സ്വയം പവർഫുള്ളാക്കിയാൽ മാത്രമേ ഈ ജീവിതത്തിനെ പവർഫുള്ളാക്കാനും സക്സസ്ഫുള്ളാക്കാനും ഹാപ്പിയസ്റ്റ് ആക്കാനും സാധിക്കൂ. അതിനുവേണ്ടി സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.